നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻറ്റ് സ്റ്റീഫൻ ബസിലിക്ക നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത് നമ്മൾ പാർലമെൻറ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബുഡാപെസ്റ്റ് ഓപ്പേറ ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ചുമ്മാ കാണാൻ പോവല്ല, നമ്മളൊരു റിവർ ക്രൂയിസ് എടുത്തിട്ട് ഡാന്യൂബ് റിവറിൽ കൂടെ പോകുന്ന ഒരു ക്രൂയിസാണ്. അപ്പോൾ അവിടെ നിന്ന് ആ പാർലമെൻറ്റ് നൈറ്റ് കാണാൻ നല്ല രസമാണ്, ലൈറ്റൊക്കെ വന്നിട്ട്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബുഡാപെസ്റ്റ് ഓപ്പേറ ഹൗസാണ് ഈ കാണുന്നത്. നൈറ്റ് ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റോഡിലേക്ക് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെട്രോ ആണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വണ്ടർക്കാരി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ മെട്രോയിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് മെഷീനും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് എടുക്കണം. ഞാൻ ഇതൊരു ഡേ പാസ് അങ്ങനെ എടുത്തിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നമ്മൾ പോകുന്ന വഴിക്ക് സിംഗിൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് മെഷീൻ. ഇവിടെ പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ട്രാവൽ ചെയ്യാൻ പാടില്ല, അത് എപ്പോഴും അത് വാലിഡേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ അതൊരു മെഷീനുണ്ട്, അതിനകത്തിട്ട് വാലിഡേറ്റ് ചെയ്യും. ഒരു ട്രെയിൻ വരുന്നുണ്ട്. മഞ്ഞ കളർ ട്രെയിൻ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ കാണിച്ചു തരാം. ഇംഗ്ലീഷ്. ഞാൻ സിംഗിൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, കൺഫേം. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് ഇവിടെ വരും. ഇതാണ് ടിക്കറ്റ് കേട്ടോ. ഇത് ഇവിടെ വാലിഡേറ്റ് ചെയ്യണമെന്ന്. യെസ്, ഇതാണ് വാലിഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. ടിക്കറ്റ് എടുക്കാതെ ഒന്നും ട്രാവൽ ചെയ്യുക കേട്ടോ. ട്രാവൽ ചെയ്യരുത്. ബിക്കോസ് അഥവാ വല്ല ചെക്കറോ വല്ലതും കയറുകയാണെങ്കിൽ പെറ്റി അടിക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈന് കൊടുക്കേണ്ടി വരും. Kérem, vigyázzanak, az ajtók záródnak. അത്യാവശ്യം പഴയ മെട്രോ ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ബോക്സ് ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് 4 സ്റ്റോപ്പുണ്ട്. Vörösmarty tér, még állomás. Kérjük, hagyják el a szerelvényt. Viszontlátásra. അപ്പോൾ ഇതും ക്രൂസിൻ്റെയും ഞാൻ ഗെറ്റ് യുവർ ഗൈഡിൽ നിന്ന് എടുത്ത് തന്നെയാണ് ടിക്കറ്റ്. അപ്പോൾ അതിനകത്ത് ഒരു ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, അതും ഡിജിറ്റൽ ടിക്കറ്റാണ്. അപ്പോൾ അതൊന്ന് ഫിസിക്കൽ ടിക്കറ്റ് ആക്കണം. അപ്പോൾ അവരുടെ ഒരു ഓഫീസ് ഇവിടെ എന്തോ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അവിടെ നിന്നായിരിക്കും ക്രൂസ് കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതിന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയത് ഒരു സ്ക്വയറിലാണ് കേട്ടോ. ഇഷ്ടംപോലെ ഇങ്ങനെ റെസ്റ്റോറൻറ്റും ഷോപ്പുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്പേസാണ്. എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു റിവർ സൈഡ്, ഡാന്യൂബ് റിവർ സൈഡ് അതാണ് കേട്ടോ. എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ആക്ച്വലി നമ്മളിവിടെ നടന്ന് ആ ഒരു റിവറിൻ്റെ സൈഡിൽ പോയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ആണല്ലോ കൂടുതൽ സൈഡിലൊക്കെ. ഇതെന്തോ സാധനം? ഇതും എന്തോ വലിയൊരു ഹോട്ടലാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് മാറി കേട്ടോ. സമയമായി. ഇപ്പോൾ ഞാൻ അതാ വീഡിയോ എടുക്കാൻ മിസ്സായ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോർഡിംഗ് ബസ് വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ട് വന്ന് നടക്കുന്നു. ആൾക്കാരൊക്കെ കയറി ഇരുന്ന് തുടങ്ങും. അപ്പോൾ ഇല്ലല്ലോ, നിന്ന് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ബോട്ടിൽ അവരടച്ചു.
എൻ്റെ അടുത്ത് അടുത്ത ബോട്ടിൽ പോകുന്നു പറഞ്ഞു. അടുത്ത് ആദ്യം നിന്നോളം പറഞ്ഞു, അടുത്ത ബോട്ടിൽ ഫസ്റ്റ് കയറ്റാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, സമയമുണ്ടല്ലോ. നിങ്ങൾ ദൂരെ കാണാൻ പോകുന്ന അറിയത്തില്ല. ഇതാട്ടോ ഡനൂബ് റിവർ. അതാ ബോട്ട് പോയി. അതോ കാണുന്നത് ബുഡാപെസ്റ്റ് കാസിലാട്ടോ. അത് കിടിലം വൈബ് കേട്ടോ സ്ഥലം. ചുമ്മാ ഈവനിങ് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. നല്ല കാര്യം. സത്യം പറഞ്ഞാൽ ബുഡാപെസ്റ്റിൻ്റെ ഭംഗി കാണണമെന്നെങ്കിൽ നൈറ്റ് ഇതുപോലെ ഇറങ്ങണം. നൈറ്റിലാണ് നല്ല ഭംഗി. ഇതേപോലെ ലൈറ്റ്, ഒരു വാം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ബുഡാപെസ്റ്റ് നഗരം. അമ്മ ഇവിടെയൊക്കെ തെന്നുന്നുണ്ട്. വെൽക്കം ഡ്രിങ്കായിട്ട് ഒരു ഷാമ്പെയിനൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എല്ലാ സീറ്റിലും 2 പേര് വെച്ച് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ കപ്പിൾസായിട്ട് വന്ന്, ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എൻ്റെ കൂടെ ആരും, ഇവിടെ ആ സീറ്റിൽ ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പോകും. ബോട്ട് ഇവിടെ നിന്ന് എടുത്തു. എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഈ പാർലമെൻറ്റ് ആ സൈഡിലാണോ ഈ സൈഡിലാണോ എന്നുള്ളത്. ഈ സൈഡിൽ നിന്നാണ് ChatGPT പറഞ്ഞത്. മുമ്പ് ഇതേപോലെ ChatGPT വിശ്വസിച്ച് കുറേ ഇങ്ങനെ സൈഡ് നോക്കി ഇരുന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്താവും നോക്കാം. അപ്പോൾ നമ്മുടെ ക്രൂയിസ് മെല്ലെ ഇവിടെ നിന്ന് ഓടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ശാന്തമായി ഒഴുകുന്ന ഡനൂബ് റിവറിൽ കൂടെ നമ്മുടെ ഹംഗേറിയൻ പാർലമെൻറ്റ് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് വരുന്നവർക്ക് ശരിക്കും ഈ ബുഡാപെസ്റ്റിൻ്റെ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതേപോലൊരു റിവർ ക്രൂയിസ് അത് രാത്രി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ബുഡാപെസ്റ്റ് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്, പ്രത്യേക ഭംഗിയാണ്. നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യരുത് ബുഡാപെസ്റ്റ് വരുന്നവർ. ഞാനിപ്പോൾ ഇത് ടിക്കറ്റ് എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗെറ്റ് യുവർ ഗൈഡിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ഒരുപാട് ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓഫ് സീസൺ ടൈമിലാണ്. പക്ഷേ നിങ്ങൾ പീക്ക് ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മറാണ്. ആ സമയം നല്ല പീക്ക് ടൈമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് പ്ലാൻ ചെയ്തിട്ട് വരേണ്ടതാണ്. കാരണം ടിക്കറ്റ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്കൊരു 1 വീക്ക് പ്രയറായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്നതൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ ഒത്തിരി ഇതുപോലെ ക്രൂയിസ് നടത്തുന്ന കമ്പനികളുണ്ട്. അപ്പോൾ എൻ്റെ ഈ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമുക്ക് ഒരു സൈഡിൽ ഭയങ്കര ഗോൾഡൻ ലൈറ്റ്സൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അത് ഈ ഡനൂബ് റിവർ ആണെങ്കിൽ ഭയങ്കര ഒരു ബഹളമൊന്നുമില്ല, ശാന്തമായി ഒഴുകുന്ന, ഇവിടെ ഒന്നും വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ആകെ സൗണ്ടുള്ളത് എൻ്റെ ഈ ബോട്ടിൽ കൂടെ ഇരിക്കുന്നവർ വയ്ക്കുന്ന ബഹളം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ റിവറിൽ കൂടെ ഇങ്ങനെ ഓടി ഏതാണ്ട് പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ്. ഈ ഡനൂബ് റിവർ ആക്ച്വലി ബുഡാപെസ്റ്റിനെ 2ആയിട്ട് കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ബുഡാപെസ്റ്റിൻ്റെ 2 സൈഡുണ്ട്, ബുഡയും പെസ്റ്റും എന്നാണ് എന്നെ പറയുന്നത്. അതാണ് ഫുൾ നെയിം ബുഡാപെസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഡനൂബ് റിവർ ആക്ച്വലി ഈ ബുഡ ഏരിയയും പെസ്റ്റ് ഏരിയയും കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ പാർലമെൻറ്റും അതുപോലെ തന്നെ അത് ബാക്കിയുള്ള ഗവൺമെൻറ് ബിൽഡിങ്ങുകളും കുറച്ചുകൂടെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന പെസ്റ്റ് സൈഡിലാണ്. ബുഡ സൈഡിൽ നിങ്ങൾക്ക് ബുഡാപെസ്റ്റ് കാസിലും അങ്ങനെ കുറച്ച് റോയൽറ്റി കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ബുഡ സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് 1904 ഇതിനെ രൂപകൽപ്പന ചെയ്തത്. അത് നിർമ്മിച്ചതും 1904 ഈ ബുഡാപെസ്റ്റ് പാർലമെൻറ്റ് ഹംഗേറിയൻ പാർലമെൻറ്റ് എന്നാണ് പറയുന്നത്. ഹംഗേറിയൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഈ ലാർജസ്റ്റ് പാർലമെൻറ്റുകളിൽ ഒന്നാണ് കേട്ടോ. ഇതിനകത്ത് 700-ലധികം മുറികളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ അസംബ്ലി കൂടുന്നതും ഒബ്വിയസ്ലി ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്ന ഇതൊരു ഗോതിക് സ്റ്റൈൽ തന്നെയാണ് കണ്ടത്. കാരണം ആ ഒരു കൂർത്ത രീതിയിലുള്ള ഗോപുരങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഗോതിക് സ്ട്രക്ചറാണ് ആക്ച്വലി. അപ്പോൾ ഇതിനെ പറയുന്നത് ഗോതിക് റിവൈവൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് ഞാനിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നേ ഉള്ളൂ. ആ ഒരു ഡന്യൂബ് റിവറിൻ്റെ തീരത്ത് തലയെടുപ്പോടി നിൽക്കുന്ന ആ ഒരു പാർലമെൻറ്റും അതിൻ്റെ ആ ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല ഗോൾഡൻ കളറിൽ അത് അതിൻ്റെ റിഫ്ലക്ഷൻ ആ നദിയിൽ അടിക്കുന്നുമുണ്ട്, ഭയങ്കര തിളങ്ങി നിൽക്കുന്നുണ്ട്. വേറെ ചുറ്റും അധികമായ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിൻ്റെ ആ ഒരു ഗ്ലോ തന്നെയാണ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, കാരണം ഒരുപാട് ഞാൻ തവണ ശ്രമിച്ചിട്ട് വരാൻ പറ്റാത്ത ഒരു നഗരമായിരുന്നു ഹംഗറി, ബുഡാപെസ്റ്റ് ആക്ച്വലി. സോ എനിക്ക് ഭയങ്കര വർത്തായിട്ടെന്ന് തോന്നുന്നു, കാരണം ഞാൻ സെൻട്രൽ യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ചെക്ക് റിപ്പബ്ലിക് ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെൻട്രൽ യൂറോപ്യൻ സ്ഥലമായിരുന്നു. അപ്പോൾ അതിനെയും കടത്തി വെട്ടുന്ന ഒരു ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ബുഡാപെസ്റ്റിനുള്ളത്. അപ്പോൾ ബുഡാപെസ്റ്റ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾക്കൊരു കുറച്ച് എസ്തറ്റിക്, കുറച്ച് കാം വൈബ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ബുഡാപെസ്റ്റിലോട്ട്. സോ ഡന്യൂബ് റിവറിൽ ഈ ക്രൂയിസിൽ ഹംഗറിയുടെ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോട്ടും ഫാമിലിയിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വണ്ടർക്കറി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. Adam okay.